അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച കേണൽ ലോറൻസ് വിൽക്കേഴ്സൺ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇസ്രയേലിന് ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ഭയമാണ് എന്നാണ് വിൽക്കേഴ്സൺ പറഞ്ഞത്. അതിന് ചില കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് എതിർക്കാനുള്ള ഭയം കൊണ്ടാണ് ഇസ്രായേൽ ഇതിന് അമേരിക്കയുടെ കൂടി സഹായം തേടുന്നത് എന്നും അങ്ങനെയാണെങ്കിൽ തന്നെ ഇസ്രായേൽ അപകടത്തിലാകുമ്പോൾ അമേരിക്ക ഇസ്രായേലിന് പിന്നിലുണ്ടാകുമെന്ന നെതന്യാഹുവിന്റെ തോന്നലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും നയിക്കുന്നത് എന്നും വിൽക്കേഴ്സൺ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇനിയൊരു ഇസ്രായേൽ ഇറാൻ സംഘർഷമുണ്ടായാൽ തന്നെ അവിടെ അമേരിക്കയും ഇസ്രായേലിനൊപ്പം ചേരുമെന്ന് അർത്ഥം. ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജൂണിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ യുഎസും ഒപ്പം ചേർന്നു എന്നതാണ്. ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾ നശിപ്പിക്കപ്പെടും എന്ന് ഇസ്രായേലിന് ഉറപ്പുള്ളത് കൊണ്ടാണത്രേ. ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ തങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാമായിരുന്നുവെന്നാണ് വിൽക്കേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എല്ലാം പ്രധാന കാരണം ഇറാനിയൻ മിസൈലുകളുടെ ശക്തി ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട് എന്നതാണ്. ഇറാനിയൻ മിസൈലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയെല്ലാം തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. ഇസ്രയേലിന്റെ പ്രകോപനപരമായ ചില മിസൈലുകളും ഇന്ന് ഇറാനികളുടെ കൈവശമുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനമോ പാട്രിയറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഇല്ലാതെ ഇസ്രയേലികൾക്ക് ഈ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താൻ കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രയേൽ ഏകപക്ഷീയമായ ഒരു ഇറാൻ ആക്രമണത്തിന് മുതിരാത്തത്. ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രയേലുമായി ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു സംഘർഷം നടന്നിരുന്നു. ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തുകയും 10 ദിവസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇരു രാജ്യങ്ങളും ജൂൺ 23-ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തുന്നതിന് 2 ദിവസം മുൻപാണ് അമേരിക്ക ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടത്. ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു അമേരിക്കയും ഈ യുദ്ധത്തിൽ പങ്കാളികളായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇസ്രായേലിനുള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയും ഖത്തറിലെ ഒരു അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചുമാണ് സ്വന്തം മണ്ണിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത മറുപടി നൽകിയത്. ഇറാൻ സംയമനം പാലിക്കുകയും സിവിലിയൻ സ്ഥലങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒഴിവാക്കുകയും ചെയ്തതിനാലാണ് ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ മൂലമുണ്ടായ മരണസംഖ്യ കുറവായത് എന്നാണ് വിൽക്കേഴ്സൺ പറയുന്നത്. ഇറാനിയൻ മിസൈലുകളുടെ ശക്തി മനസ്സിലാക്കിയതിനാൽ തന്നെ ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയാണ് എങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് വിൽക്കേഴ്സൺ കണക്കുകൂട്ടുന്നത്. താൻ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയെ കൊണ്ടുവരിക എന്നതാണ് ഏക മാർഗമെന്ന് നെതന്യാഹുവിന് പൂർണ്ണമായി അറിയാം. അപ്പോഴും യുദ്ധത്തിൽ ഇടപെടാൻ US മടിക്കുന്നുണ്ട് എങ്കിലും ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെടും എന്നതിനാൽ നെതന്യാഹുവിനെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകുകയും ചെയ്യും. താൻ അപകടത്തിൽപ്പെടുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും US തന്റെ പിന്നിൽ വരുമെന്ന് നെതന്യാഹു കരുതുന്നുണ്ട്. അതിനിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യയും ഇറാനും പുതിയ നീക്കം നടത്തുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ആഗോള വ്യാപാരത്തെ പുനർനിർവചിക്കുന്നതിന് വഴിവെക്കുന്ന റാഷ്ത് മുതൽ അസ്താര വരെയുള്ള 162 കിലോമീറ്റർ റെയിൽവേ പാത സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇരു രാജ്യങ്ങളും. പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കത്തെ പൂർണ്ണമായി മറികടക്കുന്ന നയതന്ത്ര നീക്കമാണ് ടെഹ്റാനും മോസ്കോയും ആസൂത്രണം ചെയ്യുന്നത്. വ്യാപാര ചെലവ് 30% കുറയ്ക്കുന്ന പരമ്പരാഗത സൂയസ് കനാൽ റൂട്ടിന്റെ പകുതി സമയം കൊണ്ട് ഷിപ്പിംഗ് നടക്കുന്ന 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച പങ്കാളിത്ത ഉടമ്പടി ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. 16,464 കോടി രൂപ ചിലവിൽ റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ റെയിൽ പാത നിർമ്മിക്കുന്നത്. ഈ പുതിയ ഗതാഗത ഇടനാഴി സമാന്തര സാമ്പത്തിക ക്രമത്തിൽ റഷ്യയെയും ഇറാനെയും നിർണായക പങ്കാളികളാക്കി മാറ്റും. ഇതുവഴി പ്രതിവർഷം 20 ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതം സാധ്യമാക്കുമെന്നാണ് വിലയിരുത്തൽ. പാശ്ചാത്യ രാജ്യങ്ങളുടെ നാവികസേനകളുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നിന്ന് പൂർണ്ണമായി മാറി എണ്ണ, വാതകം, ഉരുക്ക്, ഭക്ഷണം, യന്ത്രങ്ങൾ അടക്കമുള്ളവയുടെ കൈമാറ്റത്തിനും പുതിയ പാത ഉപകരിക്കും. റഷ്യയ്ക്കും ഇറാനുമെതിരെ സൂയസ് കനാൽ, മലാക്ക കടലിടുക്ക് പോലെ അമേരിക്കൻ കപ്പലുകൾക്ക് ഉപരോധം തീർക്കാനോ യൂറോപ്യൻ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനോ കഴിയില്ല എന്നതാണ് ഈ പുതിയ റെയിൽ ഇടനാഴിയുടെ പ്രത്യേകത. റഷ്യയുടെയും ഇറാന്റെയും നീക്കത്തെ ചൈന സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. സമാനമായ ഒരു പദ്ധതി ചൈനയും ആസൂത്രണം ചെയ്യുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയെ ഇറാന്റെയും റഷ്യയുടെയും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ മറികടക്കുമോ എന്നാണ് ചൈനയ്ക്കുള്ള സംശയം.